മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായത് കുഴപ്പം? ഞാൻ പറഞ്ഞോ, ചിന്തിച്ചോട്ടെ, ആര് വേണം ചിന്തിച്ചോട്ടെ. ഇവിടുത്തെ പിന്നോക്ക ഗണേഷ്, ഞാൻ ചോദിക്കണം, CPM നാളെ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയൊക്കെയാണ്, എന്താ കുഴപ്പം? CPM ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവർക്ക് ആരെ വേണം മുഖ്യമന്ത്രി ആയിക്കോട്ടെ. ഞങ്ങൾ മുഖ്യമന്ത്രി ഞങ്ങൾ BJP അധ്യക്ഷൻ പറയുകയാണ് CPM ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ പോവുകയാണ്. അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് വിശദീകരിക്കണ്ടേ? ഞാൻ പറയട്ടെ അജിംസെ, ഇവിടുത്തെ പിന്നോക്ക സമൂഹങ്ങൾ അവർ വളരെ പ്രതീക്ഷയോടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കണ്ടു. അവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല. ഒരു ഭാഗത്തേക്ക് മാത്രം പ്രതീക്ഷ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പിന്നോക്കക്കാരനാണ്. LDFന്റെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനായിരുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? അതില്ല, ഇതില്ല, പിന്നോക്കാവസ്ഥ, അവഗണന എന്ന് പറയും. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അത് പറയും. അവിടുന്ന് മാറ്റം വരുന്നു എന്നതാണ്. ഏത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റം വരുന്നു എന്നുള്ളതാണോ? ഇവിടുത്തെ ഒരു മുസ്ലിമിനെ CPM മുഖ്യമന്ത്രിയാക്കി എന്താണ് പ്രശ്നം? എനിക്ക് അജിംസിന്റെ മുസ്ലിങ്ങളും പിന്നോക്കക്കാരാണെന്നേ, അങ്ങനെ മുഖ്യമന്ത്രിയാക്കി എന്താ കുഴപ്പം? അജിംസെ, കേരളം പോലെ സ്ഥലത്ത് മുസ്ലിങ്ങൾ പിന്നോക്കക്കാരല്ല. അല്ല, അത് നിങ്ങളുടെ വാദം. ഇനിയിപ്പോ മുന്നോക്ക BJP എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ മുന്നോക്കക്കാരായിക്കൊണ്ട് അവർക്ക് മുന്നോക്ക സംവരണം കൊടുത്തോ? എന്നിട്ട് പറയൂ, അവരെ മുഖ്യമന്ത്രിയാക്കി എന്താ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഞങ്ങൾ ഇവിടെ മത്സരിപ്പിച്ചില്ലേ? ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഞങ്ങൾ ഇവിടെ ഇന്ത്യയിലാകെ ഒരാളുണ്ടായിരുന്നത്. ഇന്ത്യയിലാകെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ഒരാളെ മുഖ്യമന്ത്രിയാക്കിയ സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാക്കാൻ പോവാണ് CPM എന്നാണ്. ഓക്കെ, അങ്ങനെ ആക്കിയാൽ എന്താ കുഴപ്പം? അത് വിശദീകരിക്കണ്ടേ? ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ CPM വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരുടെ കൂടെ എല്ലാ കാലഘട്ടത്തിലും അടിയുറച്ചു നിന്നിരുന്ന ഒരു പിന്നോക്ക സമുദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ വോട്ട് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ആശങ്കയുണ്ട്, CPMന്റെ കൂടെ നിൽക്കുവാൻ അവർക്ക് ആശങ്കയുണ്ട്. അതേ തോന്നലുള്ള വന്നതിന് ശേഷം അവർ കാണിച്ചിരിക്കുന്ന അപ്പൊ അവരത് ശക്തമായിട്ട് ഗണേഷ് പ്രശ്നം പറയൂ. അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്ന CPMന് ഇഷ്ടമല്ല, BJPക്ക് വോട്ട് കളയാം, അങ്ങനെയാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ, ഞാൻ വീണ്ടും അജിംസെ, ഞാൻ പറയുന്നത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ. ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ, അടിയുറച്ച് CPMന്റെ കൂടെ നിന്ന പിന്നോക്ക സമുദായങ്ങൾ, അവർക്ക് ആശങ്കയുണ്ട്. ആശങ്കയുള്ളത് കൊണ്ടാണല്ലോ ഈ വയനാട് ഉൾപ്പെടെ ട്രൈബൽ ഏരിയയിൽ പോലും ആശങ്കയുള്ളത് കൊണ്ടാണ്. BJPക്ക് നാളെ വോട്ട് ചെയ്ത് കളയാം എന്ന് കേരളത്തിൽ വിചാരിച്ചു. ആശങ്ക എന്താണെന്ന് പറയണ്ടേ? അത് വെള്ളാപ്പള്ളിയോ കെ സുരേന്ദ്രനോ കെ ഗണേശോ പറയണ്ടേ? എന്താണ് ആശങ്ക? അത് പറയും. ആശങ്ക പരിഹരിക്കേണ്ട ആളുകൾ പരിഹരിക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, ഈ റിസൾട്ട് വന്നതിന് ശേഷം അവരാർക്കാ രാജ്യസഭാ സീറ്റ് കൊടുത്തത്? അതാണോ? അത് റിസൾട്ട് വന്നതിന് ശേഷമല്ല, റിസൾട്ട് വന്നതിന് മുമ്പുള്ള കാര്യം. പോലും തോന്നിയില്ലല്ലോ. ഏത് കാര്യത്തിലാണ് പോലും തോന്നിയില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്തുന്നില്ല. ഈ പിന്നോക്കക്കാർക്ക് എന്ത് കിട്ടിയില്ല എന്നാണ് വെള്ളാപ്പള്ളിയും സുരേന്ദ്രനും ഗണേഷും പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ കിട്ടാത്തത്? ഒരു സുപ്രഭാതത്തിൽ ഗണേഷ്, ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് ഞങ്ങളോട് ആവണ്ടേ, അത് പറയണ്ടേ? മറ്റവർക്ക് കൊടുത്തു എന്നുള്ളതല്ലേ, ഞങ്ങൾക്ക് കിട്ടിയില്ല, എന്ത് കിട്ടിയില്ല എന്ന് പറയണ്ടേ? നിങ്ങൾ എന്തൊക്കെ കൊടുത്തു എന്ന് നിങ്ങൾക്ക് കണ്ണു തുറന്നു കണ്ടു നോക്കൂ സാർ. ഗണേഷ്, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിന്റെ നേതാവിന് പറയാൻ കഴിയണം, ഞങ്ങളുടെ സമുദായത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് ആ ലേഖനത്തിൽ എവിടെ പറഞ്ഞിട്ടില്ല. മറ്റവർക്ക് കൊടുത്തതിനാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതിനെന്താ പറയാ നമ്മുടെ നാട്ടില് പച്ച മലയാളത്തിൽ? അല്ല, ഞാൻ ചോദിക്കുന്നത് മറ്റവർക്ക് കൊടുത്തതല്ല ആണ് പ്രശ്നം. തുല്യനീതി എന്ന് പറഞ്ഞാൽ എന്താണ് അജിംസെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ LDF സർക്കാർ ഇത്ര ജോലി തന്നില്ല, ഞങ്ങൾക്ക് LDF സർക്കാരിൽ ഇത്ര MLA-മാരില്ല, ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് മന്ത്രിമാരില്ല, അത് എണ്ണ വിട്ട് പറയാലോ? വെള്ളാപ്പള്ളിക്ക് അത് പറഞ്ഞില്ലല്ലോ. അല്ല അജിംസെ, ഈ മൂന്ന് കാര്യങ്ങളാണ്: ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം, അതുപോലെ രാഷ്ട്രീയ പ്രാതിനിധ്യം. മന്ത്രിസഭയിൽ ഈഴവ സമുദായങ്ങളില്ല എന്ന് പറയട്ടെ വെള്ളാപ്പള്ളി, അപ്പൊ അത് പരിഹരിക്കും. അല്ലെങ്കിൽ മന്ത്രിസഭയിൽ MLA-മാരില്ല, MP-മാരില്ല, അത് പറയട്ടെ, അപ്പോൾ സർക്കാരും LDF-ഉം CPM പരിഹരിക്കും. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാലേ പരിഹരിക്കാൻ പറ്റൂ. ഞാൻ ചോദിക്കുന്നത് അജിംസെ, നിങ്ങൾ എന്താണ് നോക്കിക്കാണുന്നത്? ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു സാമുദായിക നേതാവ്, അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക്, അദ്ദേഹത്തിൻ്റെ സംഘടനയിലുള്ള, അദ്ദേഹത്തിൻ്റെ സമുദായത്തിലുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് അവർക്ക് ലഭിക്കുന്നില്ല. അത് യാഥാർത്ഥ്യം. എന്താ യാഥാർത്ഥ്യത്തെ പൗരന്മാരായിട്ട് ഹിന്ദു സമൂഹത്തെ നിങ്ങൾ പിന്നോക്ക സമുദായത്തെ കൊണ്ടുപോകുന്നു എന്ന തോന്നലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അത് വയനാട്ടിലും ആലപ്പുഴയിലും മാത്രം ഉദാഹരണം എടുത്ത് പരിശോധിച്ചാൽ മതി. അത് സർക്കാരിനോടുള്ള ഒരുതരം അതൃപ്തി സമുദായങ്ങൾക്കുണ്ട്. വെള്ളാപ്പള്ളി അത് പറഞ്ഞു എന്നാണ് ഗണേഷ് പറയുന്നത്. ഓക്കെ, അത് മുഖവിലക്ക് എടുത്തുകൊണ്ട് ഞാൻ